പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാനൊരു ടെക്നിക്കൽ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ക്യാൻവ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെ ഈസിയായി യാതൊരു കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് അവൈലബിൾ ആണ്. ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലും പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഇൻ്റർഫേസിലും ഇത് ഉപയോഗിക്കാം. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്യാൻവയുടെ സൈറ്റിലോട്ട് പോകണം. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞ് സെർച്ച് ഫീൽഡിൽ canva.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരെ ക്യാൻവയുടെ സൈറ്റിലോട്ട് പോകും. ക്യാൻവയുടെ സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ ധാരാളം ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. വീഡിയോസ് ഉണ്ടാക്കാം, പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാം, പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ലോഗോസ്, അങ്ങനെ പല കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അതായത് നമുക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് ഗ്രാഫിക്സ് അറിഞ്ഞുകൂടായെങ്കിൽ പോലും ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം, അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാൻ ക്രിയേറ്റ് പോസ്റ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നേരെ അത് ഒരു ബ്ലാങ്ക് പേജ് ലോഡ് ചെയ്തു. അവിടെ സെർച്ച് ഫീൽഡ് ഉണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും ടോപ്പിക് കീവേഡ് കൊടുത്ത് സെർച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ധാരാളം ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഒരു ഫ്രീ ടെംപ്ലേറ്റ് ആണ് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. ക്ലാസ് റൂം റൂൾസ് എന്ന എഴുതിയൊരു ടെംപ്ലേറ്റ് ഇവിടെ കിടപ്പുണ്ട്. അതാണിപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതിലുണ്ടാക്കിയ ആളുടെ പേര് ഞാൻ ആദ്യം തന്നെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും അത് പോയി കഴിയും. ഇനി നമുക്കിതിൻ്റെ അകത്ത് ടെക്സ്റ്റിലൊക്കെ വേരിയേഷൻസ് വരുത്തണമെങ്കിൽ സെലക്ട് ചെയ്യുക. കളർ മാറ്റാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ കളർ മാറ്റുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് ബ്ലൂ കളറാക്കി. അതുപോലെ ആ താഴത്തെ പോർഷനിലും കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. സൈസ് കൂട്ടാം. സൈസ് ഇതിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ആ ക്ലാസ് റൂം റൂൾസ് എന്നുള്ള ഫോണ്ടിൻ്റെ സൈസ് കൂട്ടി. ഇനിയിപ്പോൾ താഴത്തെ പോർഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ആ നേരത്തെ മാതിരി തന്നെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലൂ കളർ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിം കളർ ഹെഡിങ്ങിലും മാറ്ററിലും സെയിം കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറേ കൂടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇതിനെ കുറച്ചുകൂടെ വലുതാക്കാണ്. അപ്പോൾ നമ്മുടെ ഡബിൾ ഹെഡഡ് ആരോ വലിച്ച് വലുതാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണം ടെക്സ്റ്റ് എങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനകത്ത് പല ടൈപ്പ് ഫോണ്ട് ഉണ്ട്. ഇപ്പം ഞാൻ ജബർഡിങ് ഫോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ പേര് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ഒരു ചെറിയ ലോഗോ വെക്കണം എന്നുണ്ടെങ്കിൽ ആ ലോഗോ നമുക്കൊരു പിക്ചറായിട്ട് ആഡ് ചെയ്യാം. ഇതിനകത്ത് ധാരാളം പിക്ചേഴ്സ് കിടപ്പുണ്ട്. പോരാത്ത ഇനിയിപ്പോൾ ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കൊടുക്കാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ നേരെ ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഫ്രീ എന്ന് എഴുതിയത് നോക്കി സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ബെറ്റർ എന്ന് തോന്നിയ ഒരു ഫ്രീ ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് വന്നു കഴിഞ്ഞു. ഇനി ഇത്രയും ചേഞ്ചസ് വരുത്തി ഈ പോസ്റ്ററിൽ എൻ്റെ ഒരു ലോഗോയും കൂടെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ലോഗോ ഇവിടെ ഒരു പിക്ചറായിട്ട് കിടപ്പുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലോഡ് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് അത് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ച എൻ്റെ ലോഗോ ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അതിനെ റീസൈസ് ചെയ്ത് ചെറുതാക്കുന്നു. അതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഡൗൺലോഡ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു ഡൗൺ ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ബൈ ഡിഫോൾട്ട് PDF പ്രിൻ്റാണ് സജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ അവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് MP4 JPG PNG ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ PNG സെലക്ട് ചെയ്തു. ഇതൊരു ഇമേജ് ആയതുകൊണ്ട് ഞാൻ ഹൈ ക്വാളിറ്റി PNG ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റർ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഹോമിൽ ക്ലിക്ക് ചെയ്യണം.
ഹോമിൽ ക്ലിക്ക് ചെയ്താൽ ക്യാൻവയുടെ ഹോം പേജിലോട്ട് പോകും നമ്മൾ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വേണ്ട ഓപ്ഷൻസ് കിട്ടും. അതിൽ ഞാൻ ക്രിയേറ്റ് പ്രസൻറ്റേഷനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ഒരു ബ്ലാങ്ക് പേജാണ് ആദ്യം വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റ്സ് എടുക്കാം. പക്ഷേ ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ പലതും കാശ് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ ക്യാൻവയുടെ പ്രോ വെർഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അതുപോലെ ഇവരുടെ പ്രൊഫഷണലായിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവർ പൈസ ചോദിക്കും നമ്മളെടുത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്തുനിന്നൊരു ബെറ്റർ ഓപ്ഷനുള്ള ഒരു പ്രസൻറ്റേഷൻ ടെംപ്ലേറ്റ് എടുത്ത് നോക്കാം. അപ്പം ഞാൻ കമ്പ്യൂട്ടർ പ്രസൻറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയതൊന്നും ഫ്രീ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. അല്ല, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് തന്നെ ഒരു പ്രോ വെർഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് പറയുന്നുണ്ട് 30 days ട്രയൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നേരെ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്യത്തക്ക വിധത്തിലൊരു പിക്ചർ വല്ലതും എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റീസെൻ്റ്ലി യൂസ്ഡ് ഫോട്ടോസൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാനിങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് മാറ്റി. ഇനി ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. നേരത്തെ കാണിച്ച മാതിരി തന്നെ നമുക്കിവിടെ സബ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഞാൻ സബ് ഹെഡിങ് കൊടുക്കുകയാണ്. ക്യാൻവ ട്യൂട്ടോറിയൽ എന്നുള്ളൊരു സബ് ഹെഡിങ്ങാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കളറ് കൊടുത്ത് ഇതിൻ്റെ സൈസും ഒക്കെ കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും വേരിയേഷൻസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ എന്താ പറയുക, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇതിനെ നമുക്ക് ഇഫക്ട്സ് കൊടുക്കാം, അനിമേഷൻ കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിക്ചറാണ്. ആ പിക്ചർ ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പിക്ചറിനെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അനിമേഷൻ, ഞാനിപ്പോൾ ടെമ്പിൾ എന്നിട്ട് അനിമേഷനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാൻവ ട്യൂട്ടോറിയൽസ് എന്ന് എഴുതിയിരിക്കുന്ന അതിനെ വേണമെങ്കിലും നമുക്കിതുപോലെ അനിമേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനിയും അടുത്ത പേജിലോട്ട് പോകാനായിട്ട് സെക്കൻഡ് പേജ് ആഡ് ചെയ്യാൻ ആ പ്ലസ് ബട്ടൺ, ഡൗൺ സൈഡിലുള്ള ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് വന്നു. ഇവിടെ ഞാൻ ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ മെയിനായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ പോവുകയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്. അത് ഫ്രീ പാറ്റേൺസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെയ്ഡ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അവർ കാശ് ചോദിക്കും നമുക്ക്. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഒരു സോളിഡ് കളർ എടുക്കുകയാണ്, അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഇനി അവിടെ ഒരു പിക്ചർ ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്തു. ഇനി ഞാനിവിടെ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട് ഇവിടെ, അതിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്ത് പ്രോപ്പറായിട്ട് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാം. അങ്ങനെ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് നേരത്തെ ചെയ്ത മാതിരി തന്നെ. അപ്പോൾ ടെക്സ്റ്റ് ധാരാളം ഫോണ്ട് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലവ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതി കൊടുക്കാം. വെൽക്കം ടു ക്യാൻവ പ്രസൻറ്റേഷൻ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഫോണ്ട് ഡിസൈൻ ചെയ്ത ആളുടെ പേര് താഴെ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതെല്ലാം ക്യാൻവയുടെ ഫ്രീ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ എല്ലാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ഒബ്ജക്റ്റിൻ്റെയും കോപ്പി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു കോപ്പി ഓപ്ഷൻ വരും. പിന്നെ സെൻഡ് ബാക്ക്വേർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് അടിയിൽ പോയ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മേലോട്ട് കൊണ്ടുവരണമെങ്കിലൊക്കെ ഈ സെൻഡ് ബാക്ക്വേർഡ് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ഏത് ഒബ്ജക്റ്റിന് വേണമെങ്കിലും, അതായത് ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ആണെങ്കിലും ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ കോപ്പി ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യം ഈ പോസ്റ്ററിൽ ഇല്ല. അതുകൊണ്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം വലിയ ഇഫക്ട്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഡൗൺലോഡിങ് ടൈം കുറേ എടുക്കും. ഇതൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിവിടെ ഒരു ആനിമേഷൻ ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഒരു ഓഡിയോ എങ്ങനെ ഇടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ ഓഡിയോസ് ധാരാളം അവൈലബിൾ ആണ്. ഹാപ്പി വിസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു
ഓഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോ ഈ പ്രസൻറ്റേഷൻ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും. അപ്പോൾ ഫ്രീ ഓഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത് പ്ലസ് ബട്ടൺ അടിച്ച് മൂന്നാമതൊരു പേജും കൂടെ ഞാൻ എടുത്തു. അപ്പം തേർഡ് പേജ് നമ്മുടെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ 3-4 സ്ലൈഡ്സ് ഇടുന്ന മാതിരി ഇവിടെ എത്ര പേജസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂന്നാമതൊരു ചെറിയ പേജും കൂടെ എടുത്തു. അവിടെ ഇതുപോലെ തന്നെ ഒരു റീസെൻറ്റ് പിക്ചർ ആഡ് ചെയ്തു. ഇനി ഇതിനകത്ത് വലിയ മോഡിഫിക്കേഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇതൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ PDF സ്റ്റാൻഡേർഡാണ് എപ്പോഴും കിടക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ 3 പേജും കൂടെ ഒറ്റ വീഡിയോ ആക്കാനായിട്ട് MP4 വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നോക്കിയാൽ അറിയാം MP4 വീഡിയോ ക്യാൻവ ട്യൂട്ടോറിയൽസ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പിലോട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നത് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കത്തില്ല. ബിക്കോസ് ഞാൻ ഉപയോഗിക്കുന്ന ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഡെസ്ക്ടോപ്പിൽ വർക്ക് ചെയ്യാത്ത ഒരു വെർഷനാണ്. അത് കാരണം അത് കാണിക്കത്തില്ല. അപ്പോൾ ഇപ്പം ആക്ച്വലി സേവ് ചെയ്ത് ഓൾമോസ്റ്റ് ഡൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം. ഇത്രയുമാണ് ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ആ പോസ്റ്ററും ആ വീഡിയോയുമാണ്, ചെറിയ ഒരു പ്രസൻറ്റേഷൻ വീഡിയോയുമാണ് ഞാനിവിടെ അതിൻ്റെ ഔട്ട്പുട്ട് നേരത്തെ ഉണ്ടാക്കിയ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു like, share and subscribe. I am Jayalakshmi BS signing off.